അടുത്തതായി ഒരു ചാലഞ്ച് റൗണ്ട്. സ്വരങ്ങൾ പാടാൻ വരുന്നു സൂപ്പർ സ്റ്റാറിന്റെ ലാലേട്ടൻ അഭിനവ്. വെൽക്കം അഭിനവ്. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നോ. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നോ. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ. പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു. പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. സാസാരിസനിന്നി സാസാരിസനിന്നി മാമാ മധമാഗഗ ഗപ ഗപ സാസാ നിസ പാപ നിന്നി നിസ പാപ നിന്നി നിസ ഗമ പാനി മഗ ഗപ ഗപ സാസാ നിസ പാപ നിന്നി നിസ പാപ നിന്നി നിസഗമ പാനി മഗ ഗപ ഗപ സാസാ പനിസ 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 നിസഗ 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 സഗമപ 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 മപനിസ 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 നിസ 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 നിസഗ. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. അബി, എന്തോ എങ്ങനെ ഉണ്ടായടാ ചാലഞ്ച് റൗണ്ട്? കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായി നിനക്ക്? നിങ്ങളെന്താ ചിരിച്ചേ? ഞങ്ങളുടെ ജീവിതം ആലോചിച്ചിട്ട് ചിരിച്ചു പോയതാ.
നേരത്തെ നിങ്ങൾ കരയായിരുന്നല്ലേ പറഞ്ഞത് നിങ്ങൾ അത് ഞങ്ങളുടെ ജീവിതം അതെ, ആലോചിച്ച്. കരച്ചിലും ചിരിയും ഒക്കെ അതൊക്കെ നിറഞ്ഞതാണല്ലോ. സമ്മിശ്രമാണല്ലോ ജീവിതം. ഓക്കെ, ഒരുത്തനിവിടെ കിടന്ന് പെടാപ്പാട് വിട്ട് പാടിയിട്ട് നിക്കുക തമാശ. ഓക്കെ, എന്നാലും സ്വരങ്ങൾ ഇങ്ങനെ ചരണത്തിൽ വരുന്നു. ഈ പരിപാടികളൊക്കെ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് സെഷൻ ഒക്കെ? കൊറേ വട്ടം പ്രാക്ടീസ് ചെയ്തു സ്വരങ്ങളെല്ലാം. നന്നായിട്ട് പാടാൻ പറ്റിയെന്ന് തോന്നുന്നു. എന്തായാലും അഭിനവിന് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത്. തീർച്ചയായും. എന്തൊക്കെയായിരുന്നു നിന്റെ ആ ഒരു പ്രോസസ്സിൽ നീ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ? ഇപ്പൊ ശ്രീഹരി പറഞ്ഞു അവൻ സാധകം ചെയ്യാൻ തുടങ്ങി, അവൻ എന്നും രൂപേശേട്ടന് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അത് ചെയ്യാറുണ്ടോ? ഓ, അത് ചെയ്യാറുണ്ട്. ആ ഉണ്ട്. ഓക്കെ, പിന്നെ ഒരുപാട് വട്ടം പാട്ട് കേൾക്കും. പിന്നെ എന്നും അത് നിരന്തരം പ്രാക്ടീസ് ചെയ്യും. ഓവർ പ്രാക്ടീസും അല്ല, അതുമല്ല, നോർമൽ അങ്ങനെ ചെയ്ത് പഠിക്കും. കൊള്ളാം, ഗുഡ്. ഓക്കെ, ഇനി പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ശരത് സാർ. മക്കളെ, എന്തോ സാർ? ബ്യൂട്ടിഫുൾ സോങ്. അതെ. ഓ, അസാധ്യ പാട്ട്. എന്തൊരു സുഖമാണ് ആ ഒരു കോമ്പസിഷൻ. ഇത് അതിന്റെ ആരൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് അതാണ് മ്യൂസിക് MG രാധാകൃഷ്ണൻ സാറ്, പിന്നെ ലിറിക്സ് ONV കുറുപ്പ് സാർ, ഞാനിങ്ങനെ കവി പാടിയത് യേശുദാസ് സാറ്. ഒരു ഉഗ്രം പാട്ട്. അതിൽ നമുക്കൊരു തർക്കവുമില്ല. അത് അദ്ദേഹം പാടി വെച്ചേക്കുന്നതും ഒരു നിവൃത്തിയില്ല. ഒരു ഇൻട്രസ്റ്റിംഗ് കോമ്പസിഷനാണ്. ഒരു ബേസ്, ഒരു രാഗം വെച്ചിട്ട് എന്നാൽ അന്യസ്വരങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു വണ്ടർഫുൾ കോമ്പസിഷൻ. ഒക്കെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു സാർ. തന്നെ പാടിയിടാം. അപ്പം എനിക്ക് ആ ഒരു കൂടുകൾക്കുള്ളിൽ അതൊക്കെ ഒന്നൊക്കെ കറക്റ്റ് ആക്കാമോ? കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ, കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ. പിന്നെ മോനെ പറയാതെ പറയാതെ കൊക്കിൽ ഒതുക്കി, പറയാതെ കൊക്കിൽ നീ. അത് സായാണോ നീ അതൊന്നും അറിഞ്ഞുകൂടാതെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ഒന്നുകൂടെ പാടാമോ? പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിൽ. പാടിക്കോ മോനെ. വിരലിന്റെ തുമ്പിൽ തുടിച്ചു നിന്നു. അടുത്തത് പറയാതെ കൊക്കിൽ, പറയാതെ കൊക്കിൽ, പറയാതെ കൊക്കിൽ, പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിന്റെ തുമ്പിൽ തുടിച്ചു നിന്നു. അവിടൊക്കെ ആയിരുന്നു മോനെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആ സ്വരം ഒന്ന് നമുക്ക് പിടിക്കാം. സാസാരിസ നിന്നി, സാസാരിസ നിന്നി, മാമാ മധമാഗഗ ഗപ ഗപ. അതൊന്ന് പാടാമോ? മാമാ മാമാ മധമാഗഗ. മധ എന്ന് പറയുന്നത് മായാടാ. അതാ ഞാൻ പാടിച്ചു നോക്കിയേ. മാമാ മധ. അതവിടെ വേണ്ടേ ഉണ്ടാവാൻ? മാമാ മധമാഗഗ. മധ എന്ന് പറയുന്നത് മായാണത് അല്ലേ? ആ, മധമ എന്ത് പാടണം, അതുകൊണ്ട് പറഞ്ഞത് കേട്ടാ. ഓക്കെ സാർ. അത് കഴിഞ്ഞിട്ട് ഒരു നിസഗാമ, അതൊന്ന് പാടാമോ? നിസ പാപ നിന്നി. അത് കഴിഞ്ഞിട്ട് മക്കളെ നിസഗാമ പാനി മഗ ഗപ ഗപ. പാനിമ പാനിമ പാനി മഗ പാനിമയ പാനി മഗ ഗപ ഗപ സാ സാ. അത് ഉണ്ടായിരുന്നുണ്ട് ഒരു കൺഫ്യൂഷൻ മോനെ. ബാക്കിയൊക്കെ നല്ലതായിരുന്നു. താങ്ക് യു സാർ. പിന്നെ ഈ നൃത്തം മോടെ ആക നീന അത് ഇച്ചിരി സമാധാനം. അയ്യോ എന്നെ പിടിച്ചോ. എൻ്റെ മാമൻ പണ്ട് സ്കൂട്ടറിൽ വരുന്നോണല്ല പാടേണ്ടത്. കാരണം മാമന് ബ്രേക്ക് ഇട്ട് നിർത്താൻ അറിഞ്ഞൂടാ. അപ്പോൾ അവിടെ വരുമ്പോഴേ നാട്ടുകാരൊക്കെ റെഡിയായിട്ട് നിൽക്കും. അയ്യോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മളെല്ലാം കൂടെ പിടിച്ചില്ല മാമൻ മൂക്ക് കുത്തി വീഴും. അങ്ങനെ ഒരു അവസ്ഥ വരരുത് കേട്ടോ. അപ്പം മക്കളെ അതേ ഉള്ളൂ. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ സോങ് മനോഹരമായിട്ട് തന്നെ പാടിയിടാം. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ചേച്ചി അഭിനവ്,
എന്തോ മാം? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുടാ മോനെ. താങ്ക് യു മാം. അത് നല്ല നല്ല മെച്ചൂരിറ്റിയോട് പാടി കേട്ടോ. ആൻഡ് ഐ ഫെൽറ്റ് യു ലൈക്ക് എ കൂൾ കാറ്റ് എന്ന് വെച്ചാൽ അങ്ങനെ തണുത്ത പൂച്ചയാന്ന് പിന്നെയും പറഞ്ഞു. തണുത്ത പൂച്ച എന്ന് വെച്ചാൽ വളരെ കൂളായിട്ട് പാടി. അതിന്റെ ഒരുപാട് ഒരു നല്ല ഫ്ലോ ഉണ്ടായിരുന്നു ആ പല്ലവി എല്ലാ സ്ഥലത്തിലും. പക്ഷെ അഫ്കോഴ്സ് ചില ഈ കൂടുകൾക്കുള്ളിൽ അത് കുറച്ചുകൂടി ഇപ്പൊ പാടി കേൾപ്പിച്ചപ്പോ ഒന്നുകൂടി സ്മൂത്തായി. പക്ഷെ വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നി എനിക്ക്. അത്രത്തോളം മനോഹരമായിട്ട് പാടി. താങ്ക് യു മാം. പിന്നെ സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ ഒക്കെ ഇപ്പോ കറക്റ്റ് ആക്കിയപ്പോ ഒന്ന് എത്രത്തോളം മേളിൽ പോകണം, ഇതൊക്കെ മൈനർ ഡീറ്റെയിൽസ് ആണ്. അതൊന്ന് നമുക്ക് പഠിപ്പിച്ച് തരണം. അല്ലെങ്കിൽ അത് പാടിയ സ്വരങ്ങളുടെ ഫ്രെയിം വർക്ക് സ്കെലിറ്റൺ കറക്റ്റ് ആണ്. പ്ലെയിൻ ആക്കിയാൽ കുറെ കൂടെ കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കും. അത് കുഴപ്പമില്ല മക്കളെ, കുഴപ്പമില്ല. അത് കുറച്ച് ടച്ച് നോട്ട്സ് പാടുമ്പം ഇതൊക്കെ ഒരു ലേണിംഗ് അല്ലേ. അപ്പൊ ഇതിനു വേണ്ടിയാണ് ഈ റൗണ്ട് വെക്കുന്നതല്ലേ. അപ്പോൾ പക്ഷെ പാടിയത് വരെ സ്വരസ്ഥാനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിന്റെ കണക്ഷൻസ് നല്ലോണം ചെയ്തു. ആ സ്വരത്തിനെ സ്വരം പോലെ ട്രീറ്റ് ചെയ്യാതെ അതൊരു ലിറിക്കിനെ പോലെ ഒരു ഫീൽ ചെയ്ത് സ്വരത്തിനെ പാടി. ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. വെരി വെരി ബ്യൂട്ടിഫുൾ സിംഗിങ്. കീപ് ഇറ്റ് അപ്പ്. നല്ല പ്രോഗ്രസ് ആണ്. ഇപ്പോൾ വോയിസും ഒരു കൂടി വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ ഹൈ രജിസ്റ്ററിലുള്ള അസുഖങ്ങളൊക്കെ മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക്ക. അഭിനവ് എന്തോ സാർ? അടിപൊളിയായിട്ട് പാടിയാണ്. താങ്ക് യു സാർ. ഉഗ്രൻ സോങ് സെലക്ഷൻ. എന്തൊരു പാട്ട്. ഓഹോ ടൈംലെസ് സോങ്. ഇപ്പൊ കേട്ടാലും ഭയങ്കര ഫീലുള്ള പാട്ട്. ഞങ്ങൾ നേരത്തെ എന്താ ചിരിച്ചതെന്ന് വെച്ചാല് പിന്നെ ഇങ്ങനെ നമ്മൾ ഈ നോട്ട്സ് എക്സ്ചേഞ്ച് ചെയ്യുമല്ലോ, അതുപോലെ ഞാനിങ്ങനെ കാണിച്ചു ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ ആ കറക്റ്റ് 2 സ്ഥലത്ത് വട്ടിട്ട് വെച്ചിരിക്കുന്നത്, എക്സാക്ട് സെയിം സ്ഥലത്ത്. അപ്പൊ ഞാൻ അതേപോലെ തന്നെ തിരിച്ചു വെച്ചു. അപ്പൊ ആ 2 കാര്യങ്ങൾ തന്നെ കൂടുകൾക്കുള്ളിൽ മാമിനും സാറിനും തോന്നിയ കാര്യം തന്നെ കൂടുകൾക്കുള്ളിൽ, അതുപോലെ പറയാതെ സാറോ അപ്പം ഈ 2 സ്ഥലങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഇതായിട്ട് തോന്നിയത്. പിന്നെ ബാക്കിയൊക്കെ ശരത്തായിട്ട് പാടിച്ചു. എനിക്ക് ഇപ്പോഴും അഭിനവ് എൻ്റെ ഇമ്പ്രൂവ്മെന്റ് അതിന് വലിയൊരു കയ്യടി ഉണ്ട് കേട്ടോ. താങ്ക് യു സാർ. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്പം പാടുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. നേരത്തെ കുറച്ച് ഒരു എന്താ പറയുക, ഒരു ഉപ്പില്ലാത്ത കഞ്ഞി ലെവലൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം നല്ല പാകപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പൊ നല്ല കഞ്ഞിയാണ്. നല്ല ഉപ്പൊക്കെ. അത്രേ ഉള്ളൂടാ. നന്നായിട്ട് തന്നെ പാടിയടാ കേട്ടോ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. നല്ല കമന്റ്. സിനിമാർക്ക് ചോദിക്കാം. ചോദിക്കാം. ശരത് സാർ. എന്റെ തണുത്ത പൂച്ചയ്ക്ക് 9 മാർക്ക്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ശരത് സാർ. ഷാനിക്ക. കൂൾ കാറ്റ് അല്ലേ? കൂൾ കാറ്റ്. 9. താങ്ക് യു സാർ. ചേച്ചി. ഞാൻ ദാറ്റ്സ് വൈ മുൻപേ ഇട്ടു. നന്നായി. ചേച്ചി ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്ക. ഓക്കെ, സോ ടോട്ടൽ 18 മാർക്സ്. താങ്ക് യു ചേച്ചി. ഓക്കെ, കൂൾ കാറ്റ്സ്.